എന്തായാലും രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട് വലിയ തർക്കം LDF-ൽ നിലനിൽക്കുകയാണ്. ഇന്നത്തോടുകൂടി അക്കാര്യത്തിൽ ഒരു പരിഹാരം, ഒരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് CPM നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ CATU-വിന്റെ അനിശ്ചിതകാല സെക്രട്ടേറിയറ്റ് ധർണ ഇന്ന് ആരംഭിക്കും. പുതിയ വ്യവസ്ഥകളിൽ നിന്ന് ഗതാഗത മന്ത്രി പിന്മാറും വരെ സമരം തുടരാനാണ് തീരുമാനം. സമരം സർക്കാർ അവഗണിച്ചാൽ ടെസ്റ്റ് പൂർണ്ണമായി ബഹിഷ്കരിക്കുന്നതടക്കം കടുത്ത സമരങ്ങളുമായി രംഗത്തിറങ്ങുമെന്നാണ് CATU നേതൃത്വത്തിന്റെ മുന്നറിയിപ്പ്. അനിശ്ചിതകാല റിലേ സമരത്തിനാണ് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ധർണയിൽ 11 ജില്ലാ കമ്മിറ്റികൾ പങ്കെടുക്കും. ഇന്നത്തെ സമരത്തിൽ 150ഓളം പേർ അണിനിരക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് KK ദിവാകരനാണ് ധർണ ഉദ്ഘാടനം ചെയ്യുക. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നടത്തിയ ബഹിഷ്കരണ സമരത്തെ തുടർന്ന് മന്ത്രി നടത്തിയ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാത്തതിലും ഉത്തരവിൽ പുതിയ വ്യവസ്ഥകൾ കൂട്ടിച്ചേർത്തതിലും പ്രതിഷേധിച്ചാണ് CITU വീണ്ടും പരസ്യ സമരത്തിലേക്ക് നീങ്ങുന്നത്. ടെസ്റ്റ് നടക്കുമ്പോൾ ഗ്രൗണ്ടിൽ അംഗീകൃത പരിശീലകൻ ഹാജരാകണമെന്നതായിരുന്നു പുതിയ വ്യവസ്ഥ. ഇത് പിൻവലിക്കണം. കൂടാതെ ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങളുടെ പഴക്കം 18-ൽ നിന്ന് 22 വർഷമായി ഉയർത്തണമെന്നും സ്ലോട്ടുകൾ 60 വർദ്ധിപ്പിക്കണമെന്നും CITU ആവശ്യപ്പെടുന്നു. അനിശ്ചിതകാല സമരമാണെങ്കിലും അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ സമരമുറ കടുപ്പിക്കുമെന്നും CITU നേതൃത്വം അറിയിച്ചു. എന്നാൽ ഇനി ചർച്ച വേണ്ടെന്നാണ് ഗതാഗത മന്ത്രിയുടെ നിലപാട്. അതേസമയം സമരം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ലൈസൻസ് ടെസ്റ്റുകൾ തടസ്സപ്പെടുത്തില്ലെന്നാണ് CITU അറിയിക്കുന്നത്. ഡ്രൈവിംഗ് സ്കൂളുകൾ സഹകരിക്കുന്നില്ലെങ്കിലും സ്വന്തം വാഹനവുമായി വരുന്നവരുടെ ടെസ്റ്റുകൾ നടക്കുന്നുണ്ട്. എന്തായാലും വിഷയം രമ്യമായി പരിഹരിച്ചില്ലെങ്കിൽ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് പരിശീലനം വീണ്ടും പ്രതിസന്ധിയിലാകും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.